ഇപ്പോൾ ഗൾഫിലെ ലേബർ ക്യാമ്പുകളിലെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം എന്താണെന്ന്. അല്ലെങ്കിൽ ആയമാരായിട്ട് ഇവിടുന്ന് പോകുന്ന ആളുകളുടെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവർക്ക് തിരിച്ചു വരുമ്പോൾ എത്രയാണ് മിച്ചം കയ്യിലുണ്ടാവുക, വിമാന ടിക്കറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇവിടുന്ന് പണം ഉണ്ടാക്കി പശ്ചിമ ബംഗാളിലേക്ക് അയക്കുന്ന ആളുകളുമുണ്ട്. ദിവസം 1000 രൂപ എന്താണെങ്കിലും കേരളത്തിൽ നിന്നാൽ കിട്ടും, ഇല്ലേ? ഒരു 20,000 രൂപയൊക്കെ എല്ലാ മാസവും വീട്ടിലേക്ക് അയക്കുന്ന പശ്ചിമ ബംഗാളുകാർ ധാരാളമുണ്ട് ഇവിടെ. അപ്പോൾ ഈ 20,000 രൂപ ഈ ആയമാരായിട്ടോ അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിലേക്ക് ചെന്ന് അവിടുന്ന് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒക്കെ ആയ ധാരാളം സാധാരണക്കാരും ഉണ്ട് ഗൾഫ് മേഖലയിൽ. അപ്പോൾ ഇതൊക്കെ ഒരു താരതമ്യം നടത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അവരോട് ഇവിടെ നിൽക്കാൻ പറയാൻ അവകാശമില്ല. നമ്മളിവിടെ അവസരങ്ങൾ കൊടുക്കാതെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. പിന്നെ അവസരങ്ങൾ മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം, ആളുകളുടെ മനോഭാവത്തിൽ ഒരു പ്രശ്നമുണ്ട്, സമൂഹത്തിൻ്റെ മനോഭാവമുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൾ ഇപ്പോൾ ഒരു പശ്ചിമ ബംഗാളുകാരൻ ചെയ്യുന്ന ജോലി എൻ്റെ വീട്ടിൽ ഒരാൾ പോയി ചെയ്യുമ്പം എനിക്കതൊരു കുറച്ചിലായിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നയാൾക്കും കണ്ടു നിൽക്കുന്നവർക്കും ഒക്കെ പരിഹസിക്കാൻ തോന്നുകയാണെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യുക? മൈഗ്രേഷന്റെ വേറെ തരത്തിൽ ഇപ്പോൾ പഠനാവശ്യത്തിന് തന്നെ വിദേശത്തേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് പലരും എടുക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് സിലബസ് എടുത്ത് എന്ന് പറഞ്ഞ് ചില പേരൻസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മാർക്കാണോ അറിവാണോ ശരിക്കും പഠനത്തിന് വേണ്ടത്? അങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണോ? ഈ ലോകത്തിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടെ നടത്തുമ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കുമായിരിക്കുമല്ലോ. മാർക്ക് എന്ന് പറയുന്നത് അല്ല ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജീവിതത്തിൽ വിജയമായ ഒരു കേരളത്തിലെ ഒരു 100 പേരുടെ ലിസ്റ്റ് അങ്ങ് എടുത്താൽ അവർക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അൾട്ടിമേറ്റ് ചോദ്യം, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ജീവിത വിജയം നേടിയ ഒരു 100 പേരുടെ ലിസ്റ്റ് കേരളത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ആ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് അവരുടെ മാർക്കിനെ കുറിച്ച് ഈ നിമിഷം വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആരും ചോദിച്ചിട്ടുണ്ടാവില്ല, അത് പ്രസക്തമേ ആയിട്ടുണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ. ഒരു 100 സാധാരണക്കാരെ എടുത്തിട്ട് 100 സാധാരണക്കാരെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് ഈ മാർക്ക്. മനസ്സിലായില്ലേ? എക്സ്ട്രാ ഓർഡിനറി സ്കില്ലൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാ മിടുക്കെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സാധനം മാത്രമാണ് മാർക്ക്. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു സ്കില്ലുള്ള ഒരുത്തിന് ഈ മാർക്കൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പോൾ യേശുദാസിൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എത്രയാണ് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലേ? IM വിജയന് 7ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക്, അല്ലെ 8ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക്, 10ാം ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് വെച്ചിട്ടാണോ ആ മനുഷ്യനെ നമ്മൾ ഇന്ന് അറിയുന്നത്? അപ്പം മനുഷ്യനിലെ യഥാർത്ഥ സ്കില്ലുകളെ കണ്ടെത്തുകയും അതിൽ വളർത്തുകയും അതിൽ പ്രതിഭകളാക്കുകയും ചെയ്യലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രായോഗികമാക്കാൻ നമ്മൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പല തടസ്സങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ട്, പല പ്രതിസന്ധികളുമുണ്ട്. അത് അധ്യാപക പരിശീലനം മുതൽ കരിക്കുലം രൂപപ്പെടുത്തൽ മുതൽ എല്ലാത്തിലും ഈ പരിഷ്കാരം വരികയും അതിൻ്റെ അപ്രോച്ച് ഒന്ന് മാറ്റുകയും ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്നാലും അത് 100% ആകുമെന്നല്ല അതിൻ്റെ അർത്ഥം.